നമുക്കില്ലേ നഴ്സറിയിൽ പോവായിരുന്നു. നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടിയോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കണം, കുറച്ച് പച്ചക്കറി തൈയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് പോയാലോ? അതെ, അത് തന്നെയാണ് ഇന്നത്തെ കാര്യം എന്ന് പറയാനുള്ളത്. നമുക്കില്ലേ കുറച്ച് പച്ചക്കറി തൈ മേടിക്കണം മെയിനായിട്ട്. പിന്നെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാനുണ്ട്. എൻ്റെ അടുത്തുള്ള ചട്ടികളൊക്കെ കംപ്ലീറ്റ്ലി കാലിയായി. എല്ലാത്തിലും കുഞ്ഞു ചട്ടിയിൽ വരെ ഞാൻ നട്ടു വെച്ചിട്ടേ ഉള്ളത്. അപ്പോൾ ചട്ടികളുടെ അഭാവം മൂലം ഇപ്പം നമ്മുടെ ചെടികളൊന്നും നടാൻ പറ്റണില്ല. പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ മുന്നേ പോയ നഴ്സറി തന്നെയാണ് കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെ ആയിട്ടാണ്. അപ്പോൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ നഴ്സറിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് പറയണില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എനിക്ക് ഹാങ്ങിങ് പോട്ട് വേണം. കുറേ മുന്നേ ഹാങ്ങിങ് പോട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഹാങ്ങിങ് പോട്ട് എല്ലാവരും ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എനിക്കെന്തോ അതിനോടൊരു ക്രേസ് ഇപ്പം തോന്നിയിട്ടുണ്ട്. നല്ല പൂക്കളുണ്ടാവുന്ന ചെടി ഹാങ്ങിങ് പോട്ടിൽ വെക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ കുറച്ച് മണി പ്ലാന്റും കുറച്ച് ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയ ചെടികളൊക്കെ കുറേ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നടണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറേ പച്ചക്കറി തൈകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് കുക്കുംബറായിരുന്നു വേണ്ടത്. കുക്കുംബർ വാങ്ങിക്കണം എന്ന് ഇതിലാണ് പോയത്. നമ്മൾ കോളിഫ്ലവറൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്ത് നമുക്ക് ആ പോട്ടിൽ കുക്കുംബർ നട്ട് പിടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ കുക്കുംബർ ഇല്ല. ബാക്കി എല്ലാതരം തൈകളും ഉണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് ആ തൈകൾ മുഴുവനുണ്ട്. കപ്പങ്ങ അടക്കം എല്ലാം ഉണ്ട്. ഹൈബ്രിഡ് കപ്പങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പാവയ്ക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കാവശ്യമുള്ള താൽക്കാലികമായിട്ട് കിട്ടിയതുകൊണ്ട് ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറി തൈയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. പിന്നെ ബൊഗൻവില്ല വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൊഗൻവില്ലേൻ്റെ ആ സൈഡ് പോയപ്പോഴേ നമ്മളടുത്ത് ഇല്ല കളേഴ്സ് തന്നെയാണ് മുഴുവനും. ഏകദേശം നമ്മളടുത്ത് ഇല്ല കളേഴ്സ് തന്നെയാണ് എല്ലാം തന്നെ. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്. പിന്നെ ഇലയിൽ ഈ വെരിഗേറ്റഡ് ഇലകളുണ്ട് എന്നേ ഉള്ളൂ. ഈ കളേഴ്സൊക്കെ നമ്മളടുത്തുണ്ട്. ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ നമ്മളടുത്തുണ്ട്. മജന്തയുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് വേറെ എന്താ ഉള്ളത്, ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള പ്ലാന്റ്സ് ആയിരുന്നു. അതുകൊണ്ട് ബൊഗൻവില്ലയുടെ സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. അവിടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ അതുവഴി നടന്ന് പോകുമ്പോൾ ഇതേ എൻ്റെ കണ്ണിൽപ്പെട്ടൊരു സാധനമാണ് കേട്ടോ, ഇത് ലെറ്റാന. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേ ഒരു വൈറ്റും യെല്ലോയും ഒരു ചന്ദന കളർ പോലത്തെ ഒരെണ്ണം ഞാൻ കണ്ടു. അതിന് നല്ല ഹെൽത്തി പ്ലാന്റും. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെടുക്കും എന്നുള്ള ആലോചനയിലാണ് ഞാൻ. മെയിനായിട്ട് പച്ചക്കറി തൈയും പോട്ടും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത് അവിടുത്തെ ചേച്ചിമാർ പറയുക ജസ്റ്റ് ഒന്ന് പോയി നോക്ക് വല്ലതും ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് വഴി ഒന്ന് കറക്കം കറങ്ങിയതാണ്. കറക്കം കറങ്ങിയാൽ അറിയാലോ എന്തേലും കയ്യിൽ കരുതാണ്ട് വരില്ല എന്ന്. അപ്പോൾ ഞാൻ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയതായിരുന്നു. ഇത് മാത്രം വാങ്ങിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ചെത്തികളൊക്കെ ഒത്തിരി പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇല്ല കളേഴ്സ് തന്നെയാണ്. എന്നാലും ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഹെൽത്തിയായ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു. ഇത് ബേർഡ്സ് നെസ്റ്റൊക്കെ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആ റേറ്റ് അധികമുള്ള പ്ലാന്റ്സിലോട്ടൊന്നും പോയിട്ടില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് പോട്ടിൽ കുറേ മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മണി പ്ലാന്റ്സ് നമുക്കൊരു വീക്ക്നെസ് ആണ്. എവിടെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് നോക്കിപ്പോ. പിന്നെ നമ്മളടുത്ത് എല്ലാ സാധനം തന്നെ ആയതുകൊണ്ട് പിന്നെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇൻഡോർ പ്ലാന്റ്സ് കാണുമ്പോൾ ഒരു വലിവ് അങ്ങോട്ടുണ്ട്, ആകർഷണീയത എന്ന് പറയാം. എനിക്കെന്തോ ഇൻഡോർ പ്ലാന്റ്സിനോടും ഇങ്ങനത്തെ പ്ലാന്റ്സിനോടും ഇലച്ചെടികളോടാണ് ഭയങ്കര കമ്പം. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പം, പുതിയ വീട്ടിൽ വന്നപ്പം ഇവിടെ ഇലച്ചെടികളൊന്നും നിൽക്കുന്നില്ല. എല്ലാം വാടിക്കരണ്ട് പോവുകയാണ്, വാടിക്കരിഞ്ഞു പോവുകയാണ്. അപ്പം പതുക്കെ പൂച്ചെടികളിലോട്ട് മാറാമെന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി വേണമല്ലോ. അപ്പോൾ മണി പ്ലാന്റ് കണ്ടപ്പോൾ ഞാനിത് അതിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്ത വല്ലതും ഉണ്ടോ എന്ന് നോക്കുവാണ്. നോക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് എല്ലാം തന്നെ. പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിസി പ്ലാന്റ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ട്. എന്നിട്ട് ദേ അടുത്തത് നമ്മൾ പൂച്ചെടികളുടെ അടുത്ത് പോയിട്ടാ. ദേ ജർബറയൊക്കെ പല കളേഴ്സ് ഉണ്ട്. ഹൈബ്രിഡാന്ന് തോന്നുന്നു കേട്ടോ, നാടനല്ല എന്തായാലും തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ റോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ജമന്തി, ചെണ്ടുമല്ലി അങ്ങനത്തെയൊക്കെ ഇല്ലേ. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ജമന്തി എന്നാണ് കേട്ടോ പറയേ. ഇതിന് ഇവിടെ എന്താണ് പറയുകയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. അപ്പോൾ അതിൻ്റെ വൈറ്റ്, യെല്ലോ, പിങ്ക് അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ലീഫ് തന്നെ നമ്മുടെ ഫ്ലവർ പോലെ ആയി വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ പേരെനിക്കറിയില്ല.
അതുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ കുഞ്ഞു കുഞ്ഞു അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നിത്യ കല്യാണി ഇല്ലേ, അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലും ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 പ്ലാന്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല കളേഴ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കാണാനായിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന കാണാൻ ഒരു വെറൈറ്റി, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എനിക്കിന്ന് 2 കളർ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കളർ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്, അത് തന്നെ കവറിലും ഉണ്ട് കേട്ടോ, സെയിം തന്നെ കവറിലും ഉണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്, എന്തോരം കളേഴ്സാണ് അതിൻ്റെ ഉള്ളത്. ഇതിന് നിത്യ കല്യാണി എന്നല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ശവന്നാറി എന്ന് പറയേ, അല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടോ, വേറെ എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുടെ ഒന്ന് പറയണേ. പിന്നെ ഈ പിറ്റൂണിയ പ്ലാന്റ് ഇല്ലേ, ഇത് കുറേ നാളായി ഞാൻ നോട്ടോട്ടൊരു പ്ലാന്റ് ആയിരുന്നു. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ഈ പ്ലാന്റ്. നമുക്ക് നന്നാവും തോന്നുന്നു. ഞാൻ അതേ വീഡിയോയിലും അത് പിടിപ്പിച്ചെടുത്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഹാങ്ങിങ് പോട്ടിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു 2 കളേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ നാടനാണ് നല്ലോണം പിടിക്കുക, ഇത് പിടിക്കത്തില്ല എന്നും പറയുന്ന കേട്ടിന്. എന്തായാലും ഒരു പരീക്ഷണമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കറങ്ങി നടന്നു. അപ്പോൾ പ്ലാന്റ്സും പോട്ടും ഒക്കെ നമ്മളിത് ഇടുക്കി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട് പിടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിങ്കി മോക്ക് ഒരു സ്പോട്ടോൺ വാങ്ങിക്കണം. നമ്മുടെ ടിക്കും ഫ്ലൂസൊക്കെ ഇല്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടല്ലോ അത്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനവും ഇത് ഇവിടെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ വിടാം. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയൊരു പെറ്റ് ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇത് മേടിക്കാമെന്ന് വെച്ച്, നമ്മുടെ സ്പോട്ടോൺ കുറേ കമ്പനി ഉണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ ഈ ഒരു ചൂട് സീസണിലില്ലേ ഭയങ്കരമായിട്ട് ടിക്ക് ഉണ്ടാവും. അപ്പം അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്കാണെങ്കിൽ നിറച്ച് പൂടയുള്ളതുകൊണ്ട് അതിനെ നമുക്ക് എടുത്ത് കളയാനും പറ്റില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഷാമ്പിട്ട് കഴുകിയാലും പോവില്ല, അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ചെയ്ത് കൊടുക്കണം, ഇന്ന് തന്നെ ആ സ്പോട്ടോൺ ഒന്ന് ചെയ്ത് കൊടുക്കണം പിങ്കിയുടെ പുറത്ത്. പിന്നെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ അവളവിടെ ഭയങ്കര ബഹളമായിരുന്നു, എന്നെ ഒന്ന് ഇറക്കി വിടാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനൊന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിൻ്റെ സന്തോഷ പ്രകടനമാണ്. അവിടെ എവിടെയൊക്കെ ഓടി കളിച്ച് ഒന്നും പറയണ്ട, ഫുള്ള് നമ്മളെവിടേക്കും പോയി വന്ന ഇതാണ് അവസ്ഥ. അവൾ ഓടി ചാടി തുള്ളി നമ്മളെ ആ സന്തോഷം അങ്ങ് പ്രകടിപ്പിക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെന്താ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നഴ്സറി പോയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പെറ്റൂണിയ പ്ലാന്റ് ആണ്. പെറ്റൂണിയ പ്ലാന്റ് 2 കളേഴ്സ് 3 കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പെറ്റൂണിയ പ്ലാന്റിൽ ഒരു കളേഴ്സ് കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. തേൻ്റെ ഈ ഒരു കളർ, പിന്നെ ഇത് ഈ ഒരു ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയാം. ഇതൊരു പർപ്പിൾ കളറാണ്. ഇത് നന്നാവുമെന്നൊന്നും അറിയില്ല, ആദ്യത്തെ പരീക്ഷണമാണ്. നമുക്ക് നോക്കാം. ഹാങ്ങിങ് പോട്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് ഈ ഒരു കളർ പെറ്റൂണിയ 3 കളേഴ്സാണ്. 3 കളേഴ്സായിട്ട് തന്നെ വെച്ച് കാണിച്ചു തരാം. ഇതേ 3 കളേഴ്സാണ് കേട്ടോ, പരീക്ഷണമാണ്. നോക്കാം നമുക്ക് കേട്ടോ, വളമൊന്നുമില്ല. അപ്പോൾ 3 കളർ പെറ്റൂണിയ ഫ്ലവേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വാങ്ങിക്കാം. അപ്പോൾ അതവിടെ കേട്ടെ. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഇത് ലെറ്റാനിയ. ഇതിൻ്റെ അടുത്ത് കുറേ കളേഴ്സ് ഉണ്ട് മുകളിൽ. ഞാൻ ഈ മുകളിൽ വരിപ്പയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഒരു കളറും കൂടെ. ഇത് കുറച്ച് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വൈറ്റ് ആണ്. ഇത് വൈറ്റ് ഫ്ലവർ ഒന്നും കാണാനില്ല, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കിടപ്പുണ്ട്. ഒരു വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഫ്ലവറാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് കാണാൻ, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. എന്തായാലും അത് പറഞ്ഞു ഒരു കവറിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ എന്താ പറയുക, പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ശവന്നാറി എന്നൊക്കെ പറയായിരുന്നു. അല്ലാതെ ഇപ്പം എന്താ ഇതിന് പറയുക? ഡോണ്ട് ടച്ച് പിങ്കി. ഇതിനെന്താ ഇപ്പം പറയുക കറക്റ്റ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ, എന്താ കറക്റ്റ് ഇതിനും പറയാമെന്ന്. നിത്യ കല്യാണി എന്നൊക്കെ പറയും. അപ്പം ഇത് ബാക്കിയാവുന്നൊന്നും അറിയില്ല, വച്ച് നോക്കാം. ഒന്നാമത് ഇവിടെ ഫ്ലവറിങ് പ്ലാന്റേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. വെയിലാണ് ഭയങ്കര. അപ്പോൾ ഇതിനൊക്കെ നല്ല വെയിൽ വേണം തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ഇത് വാങ്ങിക്കാമെന്ന്. വിജയിച്ചിട്ടില്ലെങ്കിലാണ്, വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വാങ്ങിക്കാൻ പോയിട്ട്. അപ്പോൾ ഈ 2 കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലല്ല 2 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ വേറൊരു കളറുണ്ട്, ഇതിൻ്റെ ഒരു മജന്ത കളറുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. പിന്നെ കുറച്ച് പോട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം, നടുമ്പം കാണിച്ചു തരാം.
പിന്നെ കുമ്പളം, മത്തൻ ഒക്കെയാണ്. കുറേ ദിവസമായി കുമ്പളവും മത്തനും. ഞാൻ മെയിനായിട്ട് കുക്കുംബറിനാണ് പോയത്, പക്ഷെ കുക്കുംബർ കിട്ടിയിട്ടില്ല. ഇത് കുമ്പളാണോ മത്തനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം നട്ട് വളർന്നു വന്നാൽ അറിയാം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ചീര വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചീര എൻ്റെ അടുത്ത് ഒരു ചട്ടിയിലുണ്ടായിരുന്നത് പോയി. ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ. സ്ഥലമില്ല നടാനായിട്ട്, പോട്ടൊന്നും ഇരിപ്പില്ല അതുകൊണ്ട്. പിന്നെ ഇതും അതുപോലെ കുമ്പളാണോ മത്തനാണോ എന്നറിയില്ല. എന്താണ് കുക്കുംബറിന് പോയിട്ട് കുക്കുംബർ കിട്ടാത്തതുകൊണ്ട് കൈ കിട്ടിയ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പം അതൊക്കെയാണ് എൻ്റെ ഒതുക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് വാടിപ്പോവും. ഇതൊക്കെ ഈ സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി വെക്കുക. എന്തായാലും മതിയായിരുന്നു, രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി സാധനം. നന്നായി മതിയായിരുന്നു. നന്നായിട്ട് പറയാം, നന്നായി. ഇതിൽ പലതും പരീക്ഷണമാണ് കേട്ടോ. ഇനി നന്നായിട്ട് പറയാം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഇനി നമുക്കിതൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ നട്ടെടുക്കാം കേട്ടോ. തിരക്ക് പിടിക്കുന്നൊന്നുമില്ല. പിങ്കിക്കില്ലേ, സ്പോട്ടോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്പോട്ടോൺ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് വിടാം. സ്പോട്ടോൺ അവിടെ ഇരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്ക് കേട്ടാ. നല്ല മോളാണ് കേട്ടാ. പോവല്ലേ. സ്പോട്ട് ഓൺ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. ആദ്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയിട്ട് അവിടെ നോക്കി ചെയ്യുന്ന കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത്. അപ്പം അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച്. പിന്നെ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ നമ്മുടെ ഇതില്ലേ, രോമം നല്ലതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് സ്കിന്നിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഡ്രോപ്പായിട്ട് നമ്മുടെ ഈ സെൻട്രൽ ലൈനില്ലേ, ആ നമ്മുടെ നട്ടലിൽ മാരിയിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിന് നക്കിയെടുക്കാനോ ഒന്നും ഇതിൻ്റെ വായിലോട്ട് പോവാതിരിക്കാൻ അതിന് നമുക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് തൊടാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കും. അപ്പം ഞാൻ വാലിൻ്റെ തുമ്പത്ത് വരെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെവിയുടെ 2 സൈഡില്ലേ, ചെവിയുടെ 2 സൈഡിലും കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്തിൻ്റെ സെൻറ്റർ പോർഷനിലും ആക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും അതിന് ചൊറിയാനും മാന്താനൊന്നും പറ്റാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ ടിക്കൊക്കെ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 3 ദിവസത്തേക്ക് കുളിപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ. 3 ദിവസത്തിന് ശേഷം നമുക്ക് കുളിപ്പിക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം ചീവി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഇതങ്ങ് ചത്തുപോയിക്കോളും. പക്ഷേങ്കിൽ ഭയങ്കര എഫക്റ്റീവാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും ഒരു ആശ്വാസം ഉണ്ടാവും, കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ 2-3 പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 2-3 പെറ്റ്സിന് ഒരേ ദിവസം തന്നെ ഇത് ചെയ്തു കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് ജസ്റ്റ് പുറത്ത് പോയി കുറച്ച് ചെടികളും ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ച് പിന്നെ ഇതേ പിങ്കിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.